ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, റോമസഭയ്ക്ക് ആത്മാവിൽ ദൂത് കൈമാറുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതിൻ്റെ 22-ാം വാക്യം ഇങ്ങനെയാണ്, സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. 23-ാമത്തെ വാക്യം, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമുക്ക് ലഭിക്കാനിരിക്കുന്ന, നമ്മൾ അടുത്ത് പ്രവേശിക്കാനിരിക്കുന്ന ആ തേജസ് വിചാരിച്ചാൽ, ആ മഹത്വം വിചാരിച്ചാൽ, നമ്മൾ അടുത്തതിലോട്ട് പ്രവേശിക്കുന്ന അതൊന്ന് ചിന്തിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല. ഈ കാലത്തിലെ കഷ്ടങ്ങൾ, അതിനും ഒരു ഭാഗത്ത് പ്രിയരെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ 70 ഏറിയാൽ 80 ഈ ലോകത്തുള്ള അല്പകാലത്തെ ആയുസ്സിനകത്ത് വരുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്നു. അതൊന്നും സാരമില്ല. എന്തുകൊണ്ടാണ്? വരാനിരിക്കുന്ന തേജസ്. സൃഷ്ടി അതിനായി കാത്തിരിക്കുകയാണ്. പ്രിയരെ, നമ്മളൊക്കെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനകത്തുള്ള സൃഷ്ടിയാണ്. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതാണ് 23-ാം വാക്യത്തിൽ പറയുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം. നമുക്ക് ആത്മാവെന്ന ആ ദാനം ലഭിച്ചു. പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ഉള്ളിൽ വന്ന സമയം മുതൽ നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി. ഈ ശരീരം മാറിയിട്ട്, ഈ മൺമയമായ ഈ ശരീരം മാറിയിട്ട് പ്രിയരെ വിൺമയമായതൊന്നും നമ്മൾ പ്രാപിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിന് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വചനം പറയുകയാണ്, ഈ ലോകത്തിൽ വരുന്നതൊന്നും നമുക്ക് സാരമില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രിയരെ, നമ്മൾ അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വമായിട്ടൊക്കെ കടന്നു വരുന്ന കാറ്റും കോളും തിരമാലകളും ഒന്നും നമ്മളെ മുക്കിക്കളയത്തില്ലെന്നേ, ഒന്നും തകർത്ത് കളയത്തില്ല. കർത്താവിൻ്റെ 33.5 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച യേശു കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾക്കൊടുവിൽ എല്ലാം അവസാനിച്ചു എന്ന് അന്നത്തെ റോമൻ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ 3-ാമത്തെ ദിവസം ഉയർത്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവിനെ ആത്മാവിൽ കാണുന്ന ഏത് വ്യക്തിയും പറയും, എനിക്കിതൊന്നും സാരമില്ല, ഞാൻ തേജസ്കരിക്കപ്പെടേണ്ട, ഞാൻ ഉയർക്കേണ്ട ശരീരമാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ജീവിതത്തിനകത്ത് ഈ ലോകത്തിലെ പ്രതിസന്ധികളിൽ മുങ്ങിപ്പോകാതെ, തിരമാലകളിലും കാറ്റിലും കോളിലുമൊന്നും താണു പോകാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ കാത്തിരിപ്പാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, നിത്യത എന്ന ദർശനം ഉള്ളിലെപ്പോഴും കത്തിക്കൊണ്ടിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.